നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. നമ്മൾ വാർത്തകളുടെ ലോകത്തേക്ക് കടക്കുകയാണ്. പനിയായതിനു ശേഷം തൊണ്ടയ്ക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ശബ്ദം മാറിയതായി തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ യാത്ര തുടർന്ന് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സ്ത്രീ ഒരു തൊഴിലിടത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണം ഒരുക്കുക എന്നതാണ് നമ്മുടെ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഏറ്റവും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണം. ആ ഇരയ്ക്ക് നീതി കിട്ടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. പക്ഷേ അതുണ്ടാകുന്നില്ല. ഈ സിസ്റ്റത്തിൽ എന്തോ പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയ സംവിധായികയും അധ്യാപികയുമായ ആശ ആച്ചി ജോസഫ് താൻ അതിജീവിതയല്ല, ഇരയല്ല, ആ വിളികൾ തന്നെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ആ ആശ ആച്ചി ജോസഫ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ അതിലും ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയായ ആശ ആച്ചി ജോസഫ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ സംഭവത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നത് എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അഭിമുഖം നടത്തുകയായിരുന്ന ഞാൻ ആശ ആച്ചി ജോസഫിനോട് ചോദിക്കുമ്പോൾ അവർ എണ്ണമിട്ടാണ് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പറയുന്നത്. ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികരിച്ച വ്യക്തിയാണ് ഞാൻ. അത് മുഖ്യമന്ത്രിയാണ് ആദ്യം അറിയിക്കുന്നത്. അതിൽ തനിക്കൊരു മറുപടി പോലും കിട്ടിയില്ല. എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം പോലും അവിടെ നിന്നുണ്ടായില്ല. അപ്പോഴും അവർ നടത്തിയ ആ നീക്കങ്ങളിൽ ആദ്യം വിശ്വാസം അർപ്പിച്ചു. പക്ഷേ 3 മാസത്തോളം കാത്തിരുന്നതിന് ശേഷം തൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. താൻ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് അതൊരു തിരുത്തിന് വേണ്ടിയാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംഭവിച്ച വീഴ്ച? മുഖ്യമന്ത്രിയിൽ എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്നത് ആശ പറയുന്നു. അത് കേൾക്കാം. മുഖ്യമന്ത്രിയെ ആദ്യം ഇത് അറിയിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ഈ നടപടികളുടെ തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ആക്ഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ? വീഴ്ച എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്വം നടത്തുന്നതിലുള്ള തകരാറ് എന്ന് പറയുന്നതായിരിക്കും നല്ല. കാരണം ഉത്തരവാദിത്വം അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലല്ലോ അവർ. ഉത്തരവാദിത്വം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ 4 മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കോപ്പി വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാതും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കാരണം കേരളം വളരെ നന്നായി ഗവേണൻസ് നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് താനും. അപ്പോൾ ഇതിന് ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള രീതിയിൽ? അത് പോലീസ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന പോലീസുകാരികളൊന്നും ഒരു രീതിയിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവർ വളരെ സഭ്യമായ രീതിയിൽ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം എന്താ പറയുക, എമ്പതിയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ട്രെയിനിങ് വളരെ മെച്ചമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ട്രെയിനിങ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു. സിസ്റ്റം മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക്
ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സിറ്റിസൺ ഇതുപോലെ ഒരു ക്രിമിനൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് സുവോ മോട്ടോ ആയിട്ട് കേസെടുക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. എല്ലാ സിസ്റ്റംസും, അതായത് പോലീസ്, നീതിന്യായ കോടതികൾ, ഇതെല്ലാതും പെരുമാറുന്നതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് വിക്ടിമിനെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ പോലും താങ്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇത് അറിയിക്കാൻ തീർച്ചപ്പെടുത്തുകയാണല്ലോ. നമുക്കറിയാം, മറ്റൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കപ്പിൽ എഴുതിയ വാചകം പോലും കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവൾക്കൊപ്പം എന്ന മെസ്സേജ് കൊടുക്കുന്ന പല വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമാണോ ആദ്യം മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലയിലേക്ക് താങ്കളെ എത്തിച്ചത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം WCC തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം വളരെ എംപത്തറ്റിക് ആയിട്ട് സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള മുൻകൈയെടുക്കുകയും അതേ വർഷം തന്നെ, അതായത് ഞങ്ങൾ മെയ്യിൽ കാണുന്നു, പിന്നെ ജൂണിൽ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ബാക്കി ഉള്ളത് ചരിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വളരെ മതിപ്പുള്ള ഒരാളുമാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുക്കുകയും കാര്യങ്ങളെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തിനകം എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ 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 1-2 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുവരെ യഥാർത്ഥത്തിൽ ഞാൻ എന്തോ സംഭവിക്കാനിരിക്കുന്നു, ഇനിയും എന്തോ സംഭവിക്കും. പ്രധാനമായിട്ടും ഈ എഗൈൻ ബാക്ക് ടു ദ പോഷ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഔദ്യോഗികമായുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം. പക്ഷെ ഒരു രീതിയിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷനും അതിൽ നടന്നില്ല. എന്നോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. വാക്കാലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം IFFKയിൽ വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വരണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് IFFKയുടെ ബുക്കിലുണ്ടാവില്ല. പക്ഷേ നിയമത്തിനോടനുസരിച്ച് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഒഫീഷ്യലായ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളൊരു കത്തെഴുതുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറുപടി ആക്ഷനായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്നു അത് നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായില്ല. അതാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് ആശാജി ജോസഫ് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകണമെന്ന തരത്തിൽ തന്റെ അഭിപ്രായം തേടിയില്ല. ആരോപണ വിധേയനെ മാറ്റി നിർത്തുമ്പോൾ അത് ഒരു നടപടിയായി, ശിക്ഷയായി അയാൾക്ക് തന്നെ ബോധ്യപ്പെടണം. അതുണ്ടായില്ല. ഒരു വരി നോട്ട് പോലും ഒഫീഷ്യലായി അതിനെതിരെ ഉണ്ടായില്ല. അതേസമയം തന്നോട് വാക്കാൽ അയാൾ മാറി നിൽക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. അതല്ല ഇതുപോലെ ഗൗരവമുള്ള ഒരു പരാതിയിൽ ഒഫീഷ്യലായി സ്വീകരിക്കേണ്ട നടപടികൾ എന്നത് വളരെ വ്യക്തമായി തന്നെ ആശാജി ജോസഫ് പറയുകയാണ്. മാത്രവുമല്ല, താൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് അവിടെ സംഭവിച്ചത്, എത്ര ഗൗരവതരമാണ്, സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ ജോലി ചെയ്യാനായി എത്തിയ വ്യക്തിയാണ്. അധികാരം ഉപയോഗിച്ച് അവിടെ ഈ ശാരീരികമായ തരത്തിൽ ദുരുപയോഗിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു എന്നത് അതിഗൗരവമായ സംഭവമാണ്. ആ സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത സർക്കാരിന് അതിൻ്റെ നടപടിക്രമങ്ങളിലും വീഴ്ച വരുന്നു എന്ന ഗുരുതരമായ സാഹചര്യമാണ് അവർ തുറന്നു പറയുന്നത്. ഒപ്പം
ഈ പരാതി നൽകുന്നതിൽ നിന്ന്, അതിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ ശ്രമവും ആശാ ജി ജോസഫിന് നേരിടേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ആ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ആരാണ് അവർ എന്ന് പറയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചു. അവരും കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നവരല്ലേ, അവരെക്കുറിച്ച് എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആശാ ജി ജോസഫ് പറഞ്ഞത് തനിക്ക് നിലനിൽക്കണം എന്നതുകൊണ്ടാണ് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിച്ചവരുടെ പേര് ഇപ്പോൾ പറയാത്തതെന്നാണ്. തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകാനാകില്ല തനിക്ക് ഈ ഘട്ടത്തിൽ. ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. ആവശ്യമുള്ള സമയത്ത് അവരുടെ പേരുകൾ പറയുമെന്നും ആശാ ജി ജോസഫ് പറയുന്നു. അതുകൂടി കേൾക്കാം. എനിക്ക് നിലനിൽക്കണമല്ലോ. ഞാൻ എല്ലാതും പുറത്തു പറഞ്ഞ് എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ കാര്യം നടന്ന ഉടനെ വന്ന് മാധ്യമങ്ങളോട് പറയുകയല്ല ചെയ്തത്. ഞാൻ വളരെ കൃത്യമായിട്ട് എന്താണോ ഈ നാടിൻ്റെ നിയമം അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പിന്തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ഘട്ടത്തിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഉറച്ച തീരുമാനങ്ങളുണ്ട് ആശാ ജി ജോസഫിന്. നമ്മൾ ഏത് ഒരു പരാതിയാണെങ്കിലും നമ്മുടെ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തിയാൽ അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും സഹായവും ഉണ്ടാകണം നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന്. അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന തുറന്നു പറച്ചിലാണ് ആശാ ജി ജോസഫ് നടത്തുന്നത്. ആശ മുഖ്യമന്ത്രിയെ എങ്ങനെ വിശ്വസിച്ചിരുന്നു? ഈ സർക്കാരിന്റെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള, അതിജീവിതമാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിനെ എത്ര സ്വീകാര്യമായിട്ടാണ് കണ്ടതെന്നത് പറയുന്നുണ്ട്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ആശാ ജി ജോസഫ് ചെയ്യുന്നത്. അതിനെ ഉൾക്കൊള്ളാനും തിരുത്താനും ഉള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വിമർശനത്തെ വളരെ പോസിറ്റീവായി നോക്കിക്കാണാൻ സർക്കാരിന് കഴിയട്ടെ എന്നതാണ് പറയാനുള്ളത്. കാരണം അതിജീവിതമാർ അവർ പൊരുതാൻ തീരുമാനിച്ച് മുന്നോട്ട് വരുന്നത് തന്നെ ഈ സമൂഹത്തിനും അവരെ പോലെ ഈ കെടുതികളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കും വലിയ പ്രചോദനമാണ്. അവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് സർക്കാരിന് ആ രീതിയിലുള്ളൊരു സന്ദേശം സമൂഹത്തിന് നൽകാൻ കഴിയുക. അവിടെ ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. വേട്ടക്കാരൻ അത് തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരെ വേട്ടക്കാരനായി തന്നെ കണ്ട് അകറ്റി നിർത്താനും അത് പരസ്യപ്പെടുത്താനും ഒരു സംവിധാനങ്ങൾ തയ്യാറാകണം. അതിനുള്ള ശേഷി കാണിക്കണം. അത് ഒരു തെറ്റുതിരുത്തലിനുള്ള സാഹചര്യമായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് കരുതാം. ഒപ്പം ആശാ ജി ജോസഫ് പൊതുസമൂഹത്തിനോട് പറയുന്നത് തന്നോടുള്ള ഐക്യപ്പെടൽ എന്നതാണ്. അത് ഈ സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഓരോ അതിജീവിതമാരോടും ഉള്ള ഐക്യപ്പെടലാകണം. ആശാ ജി ജോസഫിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട്, സമീപനം അതൊരു വലിയ സന്ദേശമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ്. പരാതിയിൽ നിന്നോ ഒന്നും ഒരു സ്ത്രീയെയും പിന്തിരിപ്പിക്കാനാകില്ല. അവർക്ക് പോരാടാനുള്ള ശക്തിയുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ആർജവമാണ് ആശ കാണിക്കുന്നത്. ആ സന്ദേശം ഉൾക്കൊള്ളാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവർക്കൊപ്പം ഐക്യപ്പെടാനും കഴിയണം. എന്തായാലും വളരെ വിശദമായിട്ടുള്ളൊരു തുറന്നു പറച്ചിലാണ് ആശാ ജി ജോസഫ് ന്യൂസ് 18നോട് നടത്തിയിരിക്കുന്നത്. ന്യൂസ് 18ന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ആ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം. ശബരിമല യുവതീ പ്രവേശനം വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. യുവതീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ വിഷയം കേരളത്തിൽ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന കോൺഗ്രസിനും BJPക്കും അത് സുവർണാവസരമാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധി ഘട്ടം കൂടിയാണ്. സുപ്രീം കോടതിയുടെ സമയപരിധി അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ സർക്കാർ മുൻ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നതാണ് അറിയേണ്ടത്. ആ ചോദ്യമാണ് ഓരോ സർക്കാർ പാർട്ടി പ്രതിനിധികളോടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായി. 2019
നവംബർ 19-നാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ശബരിമല പുനഃപരിശോധന റിട്ട് ഹർജികൾ 7-അംഗ ബെഞ്ചിന് കൈമാറിയത്. 2018-ലെ യുവതീ പ്രവേശന വിധിയെ എതിർത്ത് 60ഓളം ഹർജികളാണ് കോടതിയിലെത്തിയത്. 2019-ൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള 9-അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികളിലെടുത്ത തീരുമാനങ്ങൾ നിലനിൽക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 5 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലെത്തിയത്. അന്ന് രൂപീകരിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് ഇന്ന് സർവീസിൽ തുടരുന്നത്. അപ്പോൾ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ ഇനിയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇന്ന് കോടതി എടുത്തിട്ടുള്ള സുപ്രധാനമായുള്ള തീരുമാനങ്ങൾ നോക്കിയാൽ യുവതീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ വാദം കേട്ട് തുടങ്ങാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധിക സമയമില്ല എന്നത് മനസ്സിലാകുന്നു. 9-അംഗ ബെഞ്ചാകും വാദം കേൾക്കുക. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹർജികൾ നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് വ്യക്തമാക്കിയത്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 7, 8, 9 തീയതികളിലും എതിർക്കുന്നവരുടെ വാദം 14, 15, 16 തീയതികളിലുമായിരിക്കും കേൾക്കുക. ഏപ്രിൽ 22-ന് വാദം കേൾക്കൽ പൂർത്തിയാകും. മാർച്ച് 14-ന് മുൻപ് കക്ഷികൾ നിലപാട് എഴുതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ പരമേശ്വരനെ കൂടി അമിക്കസ് ക്യൂറിയായി കോടതി നിയോഗിച്ചു. ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങൾ പലതാണ്. വളരെ വിശദമായ പരിശോധനയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കുന്നതിനായി സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ചില നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഏതാണ്ട് പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്കാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യത്തിന്റെ പരിധി, വ്യക്തികളുടെ മതപരമായ അവകാശങ്ങളുടെ വ്യാപ്തി എത്രത്തോളം എന്ന ഒരു ചോദ്യത്തിന് കോടതി ഉത്തരം കണ്ടെത്തും. വ്യക്തികളുടെ മതസ്വാതന്ത്ര്യവും മതവിഭാഗങ്ങളുടെ അവകാശങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന ചോദ്യത്തിന് കോടതി ഉത്തരം കണ്ടെത്തും. മതാചാരങ്ങളുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ഒരു മതപരമായ ആചാരത്തിൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരവും കോടതിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു മതവിഭാഗത്തിൽപ്പെടാത്ത വ്യക്തിക്ക് ആ വിഭാഗത്തിലെ ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ അവകാശമുണ്ടോ? ആ ചോദ്യത്തിനും കോടതി ഉത്തരം കണ്ടെത്തണം. അങ്ങനെ തുടങ്ങി 7 പ്രധാനപ്പെട്ട നിയമപരമായ കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ സുപ്രധാനമായ നടപടികളാണ് സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ വെട്ടിലാകുന്നത് സംസ്ഥാനത്തെ സർക്കാരാണ്. സർക്കാർ നിലപാടെന്തെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. പുനഃപരിശോധനാ ഹർജികളെ ഇതുവരെ എതിർത്തിരുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ സമയപരിധി നിർണായകമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നതാണ് സർക്കാരിന് ഈ സാഹചര്യത്തിൽ വരുന്ന വലിയ ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് നിലപാടില്ലാത്തത്? ആ ചോദ്യമാണ് പ്രസക്തമാകുന്നത്. 2018 സെപ്റ്റംബർ 28-ലെ സുപ്രീം കോടതിയെ വിധിയെ തുടർന്ന് 2019 ജനുവരി 2-ന് പുലർച്ചെയാണ് ശബരിമലയിൽ യുവതികൾക്ക് ദർശനം സാധ്യമായത്. ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും സമരങ്ങളും കേരളം കണ്ടു. അന്നും നിലപാടിൽ വ്യക്തത കുറവുള്ളവർ ഉണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഒക്കെ നിലപാടിൽ വ്യക്തതയില്ലാതെ സംസാരിച്ചപ്പോൾ എന്താണ് നിലപാട് എന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ 2018 മുഖ്യമന്ത്രി എന്താണ് നിലപാട് എന്നത് ഡിസംബർ മാസം 31-ന് വിളിച്ച വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. ഏത് മിനിസ്റ്ററും സർക്കാരിന്റെ നിലപാടേ പറയാൻ പാടുള്ളൂ. ഈ ഒരു മിനിസ്റ്റർക്കും ഇവിടെ സ്ത്രീകൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അതൊന്നും പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അത് സ്ത്രീകൾ തീരുമാനിക്കേണ്ടതാണ് പോകണോ പോകണ്ടേ എന്നുള്ളത്. സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി വരുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ബാധ്യത. ആ ബാധ്യതയാണ് സർക്കാർ നിറവേറ്റുന്നത്. അതിനാൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ച് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന് വ്യക്തതയുണ്ട്, നിലപാടുണ്ട്. അത് യുവതി പ്രദേശത്തിന് അനുകൂലമായൊരു നിലപാടാണ്. അത് പറയാനുള്ള ബാധ്യത ദേവസ്വം മന്ത്രിക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് എന്ന് പറഞ്ഞ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മുഖ്യമന്ത്രി തിരുത്തുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അത് എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. നവോത്ഥാന മതിൽ തീർത്തതും ആ വിധിയിൽ വരുന്നവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞതുമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അന്ന് അത്രയും കൃത്യതയോടെ വ്യക്തതയോടെ നിലപാടെടുത്ത സർക്കാരിന് ഇന്ന് 2-3 ദിവസമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിൽ എന്തുകൊണ്ട് നിലപാടില്ല? ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൈം ഡിബേറ്റ് നടത്തിയപ്പോൾ അതിനൊരു പ്രതിനിധിയെ പോലും അയക്കുന്നില്ല നിലപാട് പറയാൻ. അപ്പോൾ സർക്കാരിന് നിലപാടുണ്ട്, അതാകണം, അതിനൊപ്പമാകണം മറ്റുള്ളവരുടെ നിലപാട് എന്ന് പറയുന്നു. എന്നാൽ ഇന്നലെ MP ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ലാത്ത മറുപടിയാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവസാനം മാധ്യമങ്ങൾ വീണ്ടും ഈ വിഷയം ചോദിക്കുമ്പോൾ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യത്യസ്തമായിരിക്കാം എന്ന കാര്യം കൂടി MP ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാം കോടതിയിൽ പറയുമെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. കോടതി പറഞ്ഞ നിലപാടാണ് കോടതി നിലപാടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് കേട്ടെ ഈ കോടതിയുടെ മുമ്പിൽ വരും. നാളെ കോടതി നിലപാടാണ് സ്വീകരിക്കാൻ. ഞങ്ങളുടെ അന്തസ് എത്രയോ കാലമായി വരുന്നോണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങൾ ഉയർത്തിപ്പിക്കുന്നത്. അല്ലാണ്ട് വേറെ അന്തസ് തോന്നിയിരിക്കുന്നു. കൂടുതൽ അന്തസ്സൊന്നുമില്ല. ജനാധിപത്യ അന്തസ്. ആ അന്തസ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം, അതൊരു നിലപാടല്ലല്ലോ. അങ്ങനെയുള്ള വ്യക്തതയില്ലാത്ത പ്രതികരണങ്ങളാണ് MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്. ഒരു പക്ഷേ പാർട്ടിക്കും സർക്കാരിനും ഇക്കാര്യത്തിൽ 2 നിലപാടായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. അവിടെയാണ് മന്ത്രിയോട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ ഒരു നിലപാടുണ്ട്, ആ നിലപാട് എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ പാർട്ടിക്ക് ബാധകമല്ലാതാകുന്നോ? പാർട്ടിയും സർക്കാരും 2 വഴിക്കാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത് എന്നത് നിയമമന്ത്രി പറയുകയാണ്. എല്ലാ വശങ്ങളും ആലോചിച്ച് സർക്കാർ തീരുമാനിക്കുമെന്നാണ് P രാജീവ് പറയുന്നത്. സർക്കാർ അന്ന് ചെയ്തത് സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി അനുസരിക്കലാണ് അന്ന് ചെയ്തതെന്ന് മന്ത്രി പറയുന്നു. അല്ല, അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ്, അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതെല്ലാം എടുത്തത്. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. നാം കാണേണ്ടത് യുവതീ പ്രവേശത്തിനൊപ്പം സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിംഗ് ആണ്. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡർ ആണെന്ന് പറയാലോ. പക്ഷെ അങ്ങനെ കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. നമ്മളപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തോണ്ടാണ്. വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നേ. അപ്പോൾ വിശ്വാസവും സാമൂഹിക പരിഷ്കരണവും ഒപ്പം പോകണം എന്ന് മന്ത്രി പറയുന്നുണ്ട്. ഇതേ നിലപാടാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. ഇന്ന് സത്യവാങ്മൂലത്തിലെ ഒരു ഭാഗത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കൊടുത്തിരുന്ന സർക്കാർ സത്യവാങ്മൂലത്തിന്റെ
ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആചാര്യന്മാരുമായൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന സത്യവാങ്മൂലത്തിന്റെ ഭാഗത്തിലേക്കാണ് പി രാജീവ് ശ്രദ്ധ തിരിച്ചത്. അന്നത് കോടതി കേട്ടില്ല, അമിക്കസ് ക്യൂറിമാരെ നിയോഗിക്കുകയായിരുന്നു, കോടതി തീരുമാനമെടുക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഭാഗത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ന്യായീകരണം കൊണ്ടുവരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്, സർക്കാർ നടത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. എന്തായാലും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുകയാണ്. സത്യവാങ്മൂലം ഇന്ന് തന്നെ തിരുത്തണം, സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. UDF സർക്കാർ വന്നാൽ സത്യവാങ്മൂലം തിരുത്തി നൽകുമെന്നും VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കല്ലേ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ള. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ തിരുത്തണം. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്, അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. എന്തായാലും പൂർവാധികം ആവേശത്തിലാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ കാണാം മറ്റൊരു സുവർണാവസരം ഒരുങ്ങി വരുന്നതിന്റെ സന്തോഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ശബരിമല കേസ് എന്തുകൊണ്ട് CBI ഏൽപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ചലഞ്ച് ചെയ്യാൻ തയ്യാറെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം കേൾക്കാം. സർക്കാരിന്റെ യു ടേണും ഇനി അടുത്ത യു ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് യു ടേൺ ചെയ്യും, ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. അപ്പോൾ ഇവര് എന്തും ചെയ്യാൻ കഴിവുള്ളൊരു സർക്കാരാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ CBIന്റെ ഇത് കേസ് എന്തിനു റെഫർ ചെയ്യുന്നില്ല? കാരണം ഇതില് 3 സ്റ്റേറ്റ് ഇൻവോൾവ് ആണ്. കർണാടകയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്. അത് CBIക്കല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. കോടതി തന്നെ CBI തെളിയിച്ച കേസുകളുടെ എണ്ണമൊക്കെ ചോദിച്ചിട്ടും അദ്ദേഹം CBIയെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചും ഇതൊരു അവസരമാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്താണ് വിഷയത്തിലെ നിലപാട് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. NSSും SNDPയും ഉയർത്തുന്ന സമ്മർദ്ദവും സർക്കാരിനെ സംബന്ധിച്ച് ഏറെയാണ്. യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് NSS നിലപാടിൽ ഒരു മാറ്റവുമില്ല. സംസ്ഥാന സർക്കാർ ആചാര സംരക്ഷണത്തിനായി നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഇന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സർക്കാർ തിരുത്തണമെന്നും ജനവികാരം സർക്കാർ കണ്ടതല്ലേ എന്നുമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഇതിനോടുള്ള പ്രതികരണം. അപ്പോൾ നവോത്ഥാന മതിലൊക്കെ കെട്ടാൻ ഒപ്പം നിന്ന വെള്ളാപ്പള്ളിയും നിലപാട് കടുപ്പിക്കുന്നതാണ് ഇന്ന് കണ്ടത്. ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അവിടെ ന്യായമായ തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്. സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടവർ തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ തിരുത്തിയതിന്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. അത് നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റെതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിനൊരു പ്രഷറോ പിന്നെ ഗവൺമെന്റ് കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നവോത്ഥാനം അതിലിനൊപ്പം നിന്ന 3ാം പിണറായി സർക്കാർ വരും എന്ന് ആവർത്തിച്ച് പ്രവചിക്കുന്ന വെള്ളാപ്പള്ളി പറഞ്ഞാൽ
ഇനി മറിച്ച് എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിനാകുമോ? സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് 2007 VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെ എതിർത്തെങ്കിലും 2018 പിണറായി സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടാണ് വീണ്ടും സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചത്. സ്ത്രീ പ്രവേശനത്തിൽ ശക്തമായ നിലപാട് സർക്കാർ എടുത്തതിന്റെ ഫലമായാണ് യുവതീ പ്രവേശനം അന്ന് സാധ്യമായത്. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചതും നവോത്ഥാന മതിൽ തീർത്തതും തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായില്ല. പക്ഷേ വൻ തിരിച്ചടി നേരിടേണ്ടുന്ന സാഹചര്യവും ഉണ്ടായി. അത് ഒരു ഇരുത്തി ചിന്തിക്കലിന് CPM-നെ പ്രേരിപ്പിച്ചു. പിന്നീട് വീടുകൾ കയറി നിലപാട് തിരുത്തി പറഞ്ഞാണ് CPM വിശ്വാസം തിരിച്ചുപിടിച്ചത്. ഒരിക്കൽ കൈപൊള്ളിയ സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയാകുമ്പോൾ കൈപൊള്ളാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോൾ CPM കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലപാട് എന്നത് 4 വോട്ടിന് വേണ്ടി പണയം വെക്കാമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. നവോത്ഥാന മതിലിൽ കൈ ചേർത്ത് പിടിച്ചവരെ മറന്ന് നിലപാടെടുക്കാൻ CPM-നാകുമോ? നിലപാട് പറയാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യവുമില്ല. അപ്പോൾ അവിടെ എങ്ങനെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെ നേരിടുന്നു എന്നതാണ് കാണേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് മനസ്സിലാകുന്നത്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ തെളിയിക്കുന്നതും അതാണ്. എന്തായാലും അത് വലിയ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2000 തീവ്ര ശ്രമം CPM ഒരു ഭാഗത്ത് തുടങ്ങി. മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ MLA പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയിരുന്നുവെങ്കിലും നടൻ വീട്ടിലില്ലാതിരുന്നതിനാൽ അന്ന് കൂടിക്കാഴ്ച നടന്നില്ല. പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി B. ജോയ് ഉൾപ്പെടെ വരുന്നതൊക്കെ കാണാമായിരുന്നു. കാലാവധി തീർന്നപ്പോഴെടുത്ത സ്വാഭാവിക നടപടിയാണ് പ്രേംകുമാറിനെതിരെ ഉണ്ടായത് എന്നത് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ മറുപടിയുമായി ഇതിൽ പ്രതികരിച്ചുകൊണ്ട് പ്രേംകുമാർ തന്നെ വീണ്ടും രംഗത്തെത്തുന്നതും കണ്ടു. സ്വാഭാവിക നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച പ്രേംകുമാർ തന്നെ പുറത്താക്കിയത് ഒരു സ്വാഭാവിക നടപടി ആയിരുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അതോടെ പ്രേംകുമാർ നിലപാടിൽ ഉറച്ചു എന്നത് വ്യക്തമായി. നാളെ KC വേണുഗോപാലുമായി അദ്ദേഹം കോൺഗ്രസ് വേദി പങ്കിടും എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. KPCC സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കും എന്നതാണ് വിവരം. നാളെ വൈകിട്ട് 5:30 കോട്ടയത്താണ് ഈ പരിപാടി നടക്കുന്നത്. മാത്രവുമല്ല, കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്നതാണ് വിവരം. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് പ്രേംകുമാർ നിലപാട് വ്യക്തമാക്കിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് നേരത്തെ ഒഴിഞ്ഞുമാറി പ്രേംകുമാർ. എന്നാൽ തന്റെ കുടുംബത്തിന് കോൺഗ്രസ് പാരമ്പര്യമായിരുന്നു എന്ന് പ്രേംകുമാർ പ്രതികരിച്ചിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ കോളേജിൽ KSU സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ല, അതുകൊണ്ട് എവിടേക്കും പോകേണ്ട കാര്യവുമില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവസാനം ഒരു വരിയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല എന്ന് കൂടി പ്രേംകുമാർ പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവനിശ്ചയം പോലെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ താൻ അതിനൊപ്പം നിൽക്കുന്നുവെന്ന് മാത്രം എന്നൊക്കെ പ്രേംകുമാർ പറഞ്ഞത് ഈ കോൺഗ്രസിലേക്ക് പോകുന്നതിന്റെ സൂചനയെന്ന് അപ്പോൾ തന്നെ വ്യക്തമായതാണ്. എന്തായാലും ഇന്ന് ഏറെക്കുറെ അതിൽ വ്യക്തത വരികയാണ്. പ്രേംകുമാറിനെ കോൺഗ്രസിന്റെ വേദിയിൽ നാളെ എത്തിക്കുക. അതിനുശേഷം ഇതിലെ ഒരു പരസ്യ പ്രഖ്യാപനം വരും. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രേംകുമാറിനെ പരിഗണിക്കുന്നു, അത് ഒഫീഷ്യലാക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കാണ് വേദനയേറ്റിരിക്കുന്നതെന്നും ഇടതുപക്ഷത്തിനകത്ത് നിന്ന് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നതും KC വേണുഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നാളെ അത് പരസ്യമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. കോട്ടയത്തെ ചടങ്ങ് അങ്ങനെ ഒരു വേദിയാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തെ വ്യക്തി A. സുരേഷാണ്. VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകും എന്നതും ഏറെ ഉറപ്പായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് സുരേഷിനെ ക്ഷണിച്ചിരിക്കുകയാണ്. നാളെ യാത്ര മലമ്പുഴയിലെത്തും. ഈ ഘട്ടത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വരുന്ന വിവരം. ജാഥയിലേക്ക് UDF നേതാക്കൾ ക്ഷണിച്ചിട്ടുള്ളതായി സുരേഷും സ്ഥിരീകരിച്ചു. എന്നാൽ പങ്കെടുക്കണമോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ് സുരേഷ് ഇപ്പോൾ പറയുന്നത്. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് സുരേഷുമായി UDF നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ എന്തുകൊണ്ട് CPM തിരിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. അത് വലിയ ചർച്ചയായി. ഇന്ന് ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുമ്പോൾ A. സുരേഷിനെ CPMലേക്ക് തിരിച്ചെടുക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇന്നും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. A. സുരേഷിനെ പുറത്താക്കിയതാണ്, തിരിച്ചെടുക്കണമെന്ന ആവശ്യം ചെവിക്കൊള്ളില്ല. 100 തവണ അപ്പീൽ തന്നിട്ടും കാര്യമില്ല. പുറത്താക്കിയാൽ പുറത്താക്കിയത് തന്നെയാണെന്നും മലമ്പുഴയിലെ CPM വോട്ടിൽ വിള്ളൽ വീഴില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചേർത്ത് നിർത്താൻ നോക്കുമ്പോൾ കോൺഗ്രസിലേക്ക് പോയാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വ്യക്തമായി നടക്കേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. UDF കഴിഞ്ഞ 2 തവണയായി BJPക്കും പിന്നിൽ മൂന്നാമതായി പോയ സീറ്റാണ് മലമ്പുഴയിൽ. VSന്റെ വിശ്വസ്ത അനുയായി ആയിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ ചലനമുണ്ടാക്കാനാകും എന്നതാണ് UDFന്റെ പ്രതീക്ഷ. CPMന്റെ ചുവപ്പുകോട്ടയിൽ സുരേഷിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നത് മണ്ഡലത്തിന് കൂടുതൽ രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് ഇടയാക്കും എന്നതും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടറി കൂടി പൂർണ്ണമായും തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ സുരേഷും കോൺഗ്രസിലെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി ജയൻ ചേർത്തലയാണ്. നടനും മുൻ CPI നേതാവുമായ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് എന്ന സൂചനകൾ വരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അവിടെയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ജയൻ ചേർത്തല രാവിലെയോടെ KC വേണുഗോപാലിന്റെ വീട്ടിലെത്തി. തന്റെ മണ്ഡലത്തിലെ MP ആണല്ലോ എന്നും അതുകൊണ്ട് ആലപ്പുഴയിലെ ചില വിഷയങ്ങൾ പറയാനാണ് എത്തിയതെന്നുമാണ് ജയൻ ചേർത്തല പ്രതികരിച്ചത്. നേരത്തെ ആശയപരമായി ഇടതുപക്ഷത്തോട് വിയോജിപ്പുകളുണ്ട് എന്ന് നടൻ പരസ്യമായി പറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ ജയൻ ചേർത്തല ഭാഗമായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി എന്തായാലും കൂടിക്കാഴ്ച നടത്തുന്നു. ജയൻ ചേർത്തലയും കോൺഗ്രസിലേക്ക് എന്ന വിവരം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത നേതാക്കൾക്ക് കയ്യും കണക്കുമില്ല. അസമിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി നൽകിയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ ബോറ രാജിവെച്ചിരിക്കുന്നത്. ഭൂപൻ ബോറയും BJPയുടെ ഭാഗമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ആരോപണ വിധേയരെ ഒപ്പം നിർത്തുന്നതിനെതിരെ വാഷിംഗ് മെഷീൻ പ്രതിഷേധം ഉൾപ്പെടെ കോൺഗ്രസ് ദേശീയ തലത്തിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിസ്മയം കാണിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് അസംതൃപ്തർക്ക് പിന്നാലെ ചെന്ന് ചാക്കിട്ട് പിടിക്കുന്നതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ ഒപ്പം നിർത്തി എന്താകും വിസ്മയം എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ പാർട്ടി വിട്ട് പോകുന്നവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ? എന്നാൽ ഒരാൾ പാർട്ടി വിട്ട് പോകണമേ എന്ന് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മണിശങ്കർ അയ്യരായിരിക്കും. നിരവധി തവണ അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വിഷൻ 2031 സമ്മേളനത്തിൽ പങ്കെടുത്ത് മണിശങ്കർ അയ്യർ പറഞ്ഞ കാര്യങ്ങളിൽ വെട്ടിലായിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ്. കേരളത്തിന്റെ വികസന മാതൃകയെ വാനോളം പ്രശംസിച്ചാണ് മണിശങ്കർ അയ്യർ സംസാരിച്ചത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. CPM ഇതിനെ ആഘോഷിക്കുമ്പോൾ മണിശങ്കർ അയ്യരെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ മണിശങ്കർ അയ്യർ എന്താണ് പറഞ്ഞത്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നാൽ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡാണ് വിഷൻ 2031 എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. സമ്മേളനം
കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു. ആ സമ്മേളനം ബഹിഷ്കരിച്ച തന്റെ പാർട്ടി സഹപ്രവർത്തകരുടെ അഭാവത്തിൽ വളരെ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മണിശങ്കർ അയ്യർ സംസാരം തുടർന്നു. ആ സംസാരത്തിനൊടുവിൽ സർക്കാരിനെ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്തത്. പുതിയൊരു ഇന്ത്യയെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ദർശനം ഇന്ത്യയിൽ നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ത്രിതല പഞ്ചായത്തി രാജ് ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളമെന്ന് അയ്യർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ആശയങ്ങൾ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കിയത് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തന്റെ പാർട്ടിയായ കോൺഗ്രസ് പരാജയപ്പെട്ടിടത്ത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. ഇതാണ് വലിയ വിവാദമായി മാറിയത്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. That the only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister, I renew my plea that in order to reinforce Kerala as the best Panchayati Raj state in the country. അപ്പോൾ ഇതുപോലെയുള്ള പ്രശംസാ വാക്കുകളാണ് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ എക്കാലത്തെയും മോശം സംഘടനാകാര്യ സെക്രട്ടറിയായ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടയാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേശീയ തലത്തിൽ അവരുടെ പിന്തുണ തേടി ഭരിച്ചതെന്നും മണിശങ്കർ അയ്യർ ചോദിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞ വിവാദം ഇങ്ങനെ ആളിക്കത്തുമ്പോഴാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുന്നത്. ന്യൂസ് 18നോട് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചത്. അതുകൂടി കേൾക്കാം. That if a rowdy like KC Venugopal can be made by Rahul Gandhi, his Sardar Patel, then there is something that has gone wrong with the Congress. He is the worst organizing secretary the Congress party has ever had. He's a rowdy. And how can you make him the Vallabhbhai Patel of the Indian National Congress in the 21st century? Well, I have met him only once. I have had organizing secretaries like Oscar Fernandez and Ahmed Patel, who were politeness personified. I went to see KC Venugopal because in the 2019 election, after conceding Mailaduthurai to Stalin, Rahul Gandhi from the aircraft made KC Venugopal ring me to say that he has an arrangement with the DMK. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനോട് സംസാരിക്കുമ്പോഴാണ് KC വേണുഗോപാലിനെതിരെയൊക്കെ വളരെ വലിയ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്, മോശം പരാമർശങ്ങൾ പോലും ഉണ്ടാകുന്നത്. ഈ പ്രസ്താവനകളൊക്കെ വിവാദമാകുമ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവും കേരള സർക്കാരിനുള്ള പ്രശംസയും വീണ്ടും തുടരുകയാണ് മണിശങ്കർ അയ്യർ ചെയ്യുന്നത്. ശശി തരൂർ MP, ജയറാം രമേശ്, പവൻ ഖേര തുടങ്ങിയവർക്കെതിരെ മണിശങ്കർ അയ്യർ വിമർശനം ഉന്നയിക്കുന്നു. കോൺഗ്രസുകാരെ വെറുക്കുന്നതിനേക്കാളേറെ പരസ്പരം വെറുക്കുന്നവരാണ് കോൺഗ്രസിലെന്നാണ് മണിശങ്കർ അയ്യർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശിച്ചത്. നേതാക്കൾ എല്ലാവരും പല വഴിക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഗാന്ധിജി കണ്ട സ്വപ്നം CPM ആണ് നടപ്പാക്കിയതെന്ന മണിശങ്കറിന്റെ പ്രസ്താവന ഉൾപ്പെടെ കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ പ്രസ്താവനകൾ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ നേതാക്കൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. എന്തായാലും ഈ ഗാന്ധിജി കണ്ട സ്വപ്നം CPM ആണ് നടപ്പാക്കിയതെന്ന മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവനയെ പരിഹസിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ല എന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. യോഗത്തിന് വിളിച്ചതിന്റെ ഉപകാര സ്മരണയാണ് മണിശങ്കർ അയ്യർ അവിടെ കാണിച്ചത് എന്നതാണ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ല എന്ന് പവൻ ഖേര തന്നെ AICC വക്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പറച്ചിലിന് ഒരു അർത്ഥവുമില്ല. അദ്ദേഹം യോഗത്തിന് വിളിച്ചതിനുള്ള ഉപകാരസ്മരണയായിട്ട് കണ്ടാൽ മതി. ഗാന്ധിയാണെന്ന് പറഞ്ഞില്ലല്ലോ, അതൊരു വലിയ ഭാഗ്യം. അയാൾ ഈ പാർട്ടിയിൽ
ഇല്ലാത്ത ഒരാളിനെ പറ്റി ഞാനെന്ത് പറയാനാണ്? കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അത് AICCയുടെ വക്താവ് പവൻ ഖേര തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിന് വലിയ വില ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്തായാലും പരിഹസിച്ചുകൊണ്ടൊക്കെയാണ് ചെന്നിത്തല മറുപടി പറയുന്നത്. അതേസമയം കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവായ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം, ആ വിമർശനത്തിന്റെ ഭാഷ നമുക്ക് ഇവിടെ പറയാൻ പോലും പറ്റാത്തതാണ്. ആ രീതിയിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം 2014 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദിക്ക് ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല, വേണമെങ്കിൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ചായ വിൽക്കാൻ സ്ഥലം നൽകാമെന്നൊക്കെ വലിയ പരിഹാസം മണിശങ്കർ അയ്യർ നടത്തുന്നു. BJP ഇത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ചായ് പേ ചർച്ച തുടങ്ങിയ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ച് വലിയ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നരേന്ദ്രമോദിയെ വീണ്ടും നീച്ച് ആദ്മി എന്ന് വിളിച്ച് വലിയ വിവാദം സൃഷ്ടിച്ചു മണിശങ്കർ അയ്യർ. ഈ പ്രസ്താവനയും BJP ജാതി അധിക്ഷേപമാക്കി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ ആവർത്തിച്ച് പറഞ്ഞു. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പാകിസ്ഥാൻ ഒരു ബഹുമാനിക്കപ്പെടേണ്ട രാജ്യമാണ്, അവരുടെ പക്കൽ അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ അവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. ഇത് BJP ആയുധമാക്കി. കോൺഗ്രസിന് പാകിസ്ഥാനോടുള്ള മൃദു സമീപനത്തിന് ഉദാഹരണമായിട്ട് ഇത് കാണിച്ചുകൊണ്ട് വലിയ പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ എന്നും തലവേദനയാകുന്ന ഒരു വ്യക്തിയാണ് മണിശങ്കർ അയ്യർ കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ മണിശങ്കർ അയ്യർ ഒന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ 2020 ലോകകപ്പിലെ ആവേശ പോരാട്ടത്തിൽ പാകിസ്ഥാനെ നാണം കെടുത്തിയിരുന്നു ഇന്നലെ ഇന്ത്യ. 61 റൺസിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യ നേടിയത്. പാകിസ്ഥാൻ ഒന്ന് പൊരുതാൻ പോലും ഇന്നലെ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ സർവാധിപത്യത്തിലുള്ള ഒരു ജയമാണ് കൊളംബോ ഇന്നലെ കണ്ടത്. കളി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വം പാകിസ്ഥാൻ ഉണ്ടാക്കിയിരുന്നു. എല്ലാ തരത്തിലും നഷ്ടക്കച്ചവടമായി ഇന്നലത്തെ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ച് മാറിയിരിക്കുകയാണ്. എന്നാലും വീണ്ടും വീമ്പ് പറച്ചിലുമായി ക്യാപ്റ്റൻ രംഗത്തുണ്ട്. രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വലിയ വിമർശനമാണ് ടീമിനെതിരെയും മാനേജ്മെന്റിനെതിരെയും ഒക്കെ പാകിസ്ഥാനിൽ ഉയരുന്നത്. ഇന്നലത്തെ കളി നോക്കിയാൽ ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യയുടെ സർവാധിപത്യമാണ് കണ്ടത്. തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത്. ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായി സൂപ്പർ 8ലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ പാകിസ്ഥാന് ഇനിയും കാത്തിരിക്കേണ്ടുന്ന അവസ്ഥ വലിയ നാണക്കേടുമാണ് ഇന്നലത്തെ ദിവസം സമ്മാനിച്ചത്. പാകിസ്ഥാന്റെ വീമ്പ് പറച്ചിലെന്നാൽ ഒട്ടും കുറവില്ല. മത്സരശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ സ്പിൻ നിരയിൽ വിശ്വാസം അർപ്പിച്ചാണ് തങ്ങൾ ഇറങ്ങിയത്, എന്നാൽ അവർക്ക് ഇന്നലെ ഒരു മോശം ദിവസമായിരുന്നു. മത്സരത്തിൽ പദ്ധതികൾ കൃത്യമാക്കി നടപ്പാക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇനിയും പക്ഷേ സ്പിന്നർമാരിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും. കാരണം കഴിഞ്ഞ 6 മാസത്തോളമായി അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നതാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ വലിയ ട്രോളുകളും പരിഹാസവും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെ തന്നെ സൽമാൻ അലി ആഗയുടെ പിഴവുകൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ടോസ് നേടിയിട്ടും ബാറ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്ന പാകിസ്ഥാന്റെ നീക്കം മണ്ടത്തരമാണ് എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉസ്മാൻ താരിഖിന് ഓവർ കൊടുക്കാൻ വൈകിയത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ക്യാപ്റ്റന് സംഭവിച്ച പിഴവ് ഇന്ത്യ നന്നായി മുതലാക്കി അതൊരു വലിയ വിജയത്തിലേക്ക് എത്തി എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറ്റപ്പെടുത്തലുകൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ന്യായീകരണവും ക്യാപ്റ്റൻ തന്നെ രംഗത്തെത്തുന്നത്. അപ്പോൾ സൽമാൻ അലി ആഗയുടെ മെഴുകൽ വൻ വിമർശനത്തിനാണ് അപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹം നേരിടുകയാണ്. ഇന്ത്യക്കെതിരെ തോൽവി വഴങ്ങിയ പാക് ടീമിനെതിരെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ടീമിന്റെ മോശം പ്രകടനത്തെ നാണക്കേടിന്റെ അങ്ങേയറ്റമെന്നാണ് പ്രമുഖ പാക് മാധ്യമ പ്രവർത്തകനായ ഹുദാ ഷാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യബോധമില്ലാത്ത കളി, തോൽക്കുമെന്നുറപ്പായിരുന്നെങ്കിലും അല്പം പൊരുതിയിട്ടെങ്കിലും കളി അവസാനിപ്പിക്കണമായിരുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും കഠിന പരിശീലനം നടത്തിയെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മൈതാനത്ത് അതിന്റെ ഒന്നും ഒരു ഗുണവും കണ്ടില്ല. IPL-ൽ നിന്ന് ബംഗ്ലാദേശ് താരം മുസ്തിഫുർ റഹ്മാനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം മാറ്റാതിരുന്നെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഹുദാ ഷാ പാകിസ്ഥാൻ ടീമിനെ പരിഹസിച്ചത്. തോൽവിക്ക് പിന്നാലെ പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വിക്കെതിരെ മുൻ താരം ഷോയബ് അക്തറും രംഗത്തെത്തി.
വർഷങ്ങളായുള്ള മോശം തീരുമാനങ്ങളും തെറ്റായ നേതൃത്വവുമാണ് ടീമിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അക്തർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൊഹ്സിൻ നഖ്വി കഴിവില്ലാത്തവനാണെന്ന് അക്തർ വിമർശിക്കുന്നു. ഒന്നും അറിയാത്ത ഒരാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷൻ. എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ ടീമിനെ നയിക്കുമെന്നാണ് അക്തറിന്റെ ചോദ്യം. ഒരു മത്സരം പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്ത കളിക്കാരനെയാണ് സൂപ്പർ താരമാക്കിയതെന്ന് അക്തർ പറയുന്നു. കഴിവില്ലാത്തവർക്ക് ജോലി നൽകുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതയെന്നാണ് നഖ്വിയെ വിമർശിച്ചുകൊണ്ട് അക്തർ പറയുന്നത്. വർഷങ്ങളായി കഴിവുകൾക്കായി നിക്ഷേപിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും ഉയർന്ന തലത്തിൽ ഇന്ത്യയുമായി മത്സരിക്കാൻ ഇനി കഴിയില്ല എന്നും ഉള്ള വലിയ രൂക്ഷമായ വിമർശനമാണ് അക്തർ നടത്തുന്നത്. അത് നഖ്വിക്ക് നേരെയുള്ളതാണ്. അദ്ദേഹത്തിന്റെ കഴിവുകേടുകൾ ഇതിനു മുൻപും പലതവണ വിമർശന വിധേയമായിട്ടുണ്ട്. മെറിറ്റിനല്ല അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്, മറ്റു പല താല്പര്യങ്ങളുമുണ്ട് എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ പരാജയത്തോടു കൂടി നഖ്വിക്കെതിരായ വിമർശനം കൂടുതൽ കടുപ്പിക്കുകയാണ്. അക്തർ ഉൾപ്പെടെ ആ രീതിയിൽ ആ വിമർശനം വഴിതിരിച്ചു വിടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ടീം ആകെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ, ഒപ്പം മാനേജ്മെന്റിനുൾപ്പെടെ ഈ രീതിയിൽ ക്രിക്കറ്റ് ബോർഡിനുൾപ്പെടെ വലിയ രീതിയിൽ ഈ വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യവുമാണ് ഇന്നലത്തെ കളി പാകിസ്ഥാന് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നു എന്ന വിമർശനമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും പാക് ക്രിക്കറ്റ് ടീം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബർ അസമാണ് പ്രധാന ബാറ്ററെങ്കിൽ പാകിസ്ഥാൻ 2020 കളിക്കേണ്ടതില്ലെന്നും ഈ പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ സി ടീം മതിയെന്നുമാണ് ഇന്ത്യൻ മുൻതാരം ശ്രീകാന്ത് പറയുന്നത്. നമുക്കറിയാം, ലോക ക്രിക്കറ്റിൽ ഒരു കാലത്ത് ഏറെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ അനായാസം വിജയിക്കുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. 2020 ലോകകപ്പിന്റെ ചരിത്രമെടുത്താൽ 8 മത്സരങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോൾ ഒരു മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത്. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് വീര്യം കൂടുന്നത് അതിൻ്റെ ഒരു അനിശ്ചിതത്വം കൊണ്ടാണ്. നമുക്ക് ഏറ്റവും അത് വലിയ രീതിയിൽ മത്സരങ്ങൾ ആവേശകരമായി മാറുന്നത് അതിൻ്റെ അനിശ്ചിതത്വം കൊണ്ടാണ്. അതാണ് ആ മത്സരങ്ങളുടെ ഭംഗി. അപ്പോൾ ഫോം വീണ്ടെടുത്ത് പാകിസ്ഥാൻ വീണ്ടും വരട്ടെ, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം എന്ന് പറയാനാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുക. രണ്ട് ടീമുകളും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമ്പോഴായിരിക്കും മത്സരം കൂടുതൽ ആവേശകരമാവുക. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. പാകിസ്ഥാൻ ടീം അവരുടെ ഫോം വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.